ഹലോ, അസ്സലാമു അലൈക്കും. എടാ, നമ്മളെ +2 പരീക്ഷയിൽ എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള, ഷുവറായി വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുകയാണേ. ഓക്കെ, കുറേ കുട്ടികൾ ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും വരുന്ന ഉറപ്പുള്ള ചില ക്വസ്റ്റ്യൻസ് പറയാൻ പോവുകയാണ്. ഓക്കെ, ഒന്ന്, നിങ്ങൾക്ക് എന്തായാലും തെഹ്നിയത്ത് ഉണ്ടാക്കാനുണ്ടാവും. എന്താ തെഹ്നിയത്ത് എന്ന് പറഞ്ഞാൽ? തെഹ്നിയത്ത് എന്ന് പറഞ്ഞാൽ ആശംസാ കാർഡ് കാണും, ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാനുള്ള ചോദ്യം എന്തായാലും നമ്മൾ +2 പരീക്ഷയിൽ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. മറ്റൊരു ക്വസ്റ്റ്യനാണ് റിസാലത്തുൽ മർക്കസിയ. രണ്ട് കവിതൻ്റെ വരി തന്നിട്ട് അതിൻ്റെ ഉള്ളടക്കം ആശയം എഴുതാനുള്ള ഒരു ചോദ്യം 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ 3 മാർക്കിന്. അത് എന്തായാലും വരും. ആ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അത് സ്വന്തമായിട്ട് എഴുതുന്നത് പഠിച്ചു വെച്ചോളി. മറ്റൊന്ന്, ഗ്രാമർ ഭാഗത്ത് നിന്ന് സ്ഥിരമായി കൊണ്ട് +2 പരീക്ഷയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് മുബ്തദഉം ഖബറും. ഒരു മുബ്തദ ഖബർ എന്ന് പറയുന്ന ഒരു സെൻറ്റൻസിലെ ഒരു ഗ്രാമർ കണ്ടെത്തുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും എന്ത് ചെയ്യും, നമ്മൾ +2 പരീക്ഷയിൽ ഉണ്ടാവും കേട്ടോ. മറ്റൊരു ക്വസ്റ്റ്യനാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മാലിയും മുലാരിയും അംറുൻ നഹിയൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ മാലി മുലാരി അംറുൻ നഹി സെപ്പറേറ്റ് ചെയ്ത് ബോക്സിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് എഴുതാനുള്ള ക്വസ്റ്റ്യനോ, അതല്ലെങ്കിൽ അതെന്തായാലും ഒരു മാലി മുലാരി കണ്ടെത്താനുള്ള അംറുൻ നഹിയൊക്കെ സെപ്പറേറ്റ് വേർതിരിച്ച് കണ്ടെത്താനും എഴുതാനുള്ള ചോദ്യം, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഷുവറായിട്ട് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്കൊരു പാരഗ്രാഫ് തന്നത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണല്ലോ, ഇതെന്തായാലും ഷുവറാണ്. ഏതെങ്കിലും ഒരു പാരഗ്രാഫ് തരും, അതിന് താഴത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. ആ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം പാരഗ്രാഫ് വായിച്ചിട്ട് കണ്ടെത്തുക എന്നുള്ള ആ ടൈപ്പ് ക്വസ്റ്റ്യനും എന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാവും കേട്ടോ. യെസ്. ഇനി മറ്റൊന്ന്, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യനാണെന്ത്, ഈ ലാ തെലുംനി എന്ന് പറയുന്ന കവിത. ഞാൻ ആ ക്വസ്റ്റ്യൻ തന്നെ പറയാം. ആ കവിതയെ കുറിച്ചിട്ട് ഒന്നെങ്കിൽ പാരഗ്രാഫ് അല്ലെങ്കിൽ എസ് മസ്റ്റാണ്. നിങ്ങൾ പഠിച്ചു പോയാൽ 100% വരുമെന്ന് ഉറപ്പുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഈ കവിതയെ കുറിച്ചൊരു പാരഗ്രാഫ് പഠിച്ചു പോയാൽ അതൊന്നെങ്കിൽ പാരഗ്രാഫ് ചോദിക്കും, അല്ലെങ്കിൽ ഒക്കെ ചോദിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് പഠിച്ചു പോയിക്കോളെ, ക്വസ്റ്റ്യൻ എന്തായാലും വരും. മറ്റൊന്ന്, ഉമ്മു സലമയെ കുറിച്ചിട്ടുള്ള ഒന്നെങ്കിൽ പാരഗ്രാഫ് അല്ലെങ്കിൽ രണ്ടാലും സ്ഥലത്ത് ക്വസ്റ്റ്യൻ നിർബന്ധമാണ്. ആ പാരഗ്രാഫ് നിർബന്ധമായിട്ട് വരും. ഒന്നുമില്ലെങ്കിലും അവരെക്കുറിച്ച് സെൻറ്റൻസ് 5 സെൻറ്റൻസ് എഴുതാൻ വേണ്ടി ചോദിക്കും, അല്ലെങ്കിൽ പാരഗ്രാഫ് എഴുതാൻ ചോദിക്കും, ചോദിക്കും. ഇതിലെല്ലാ സ്ഥലത്ത് അത് നിർബന്ധമായിട്ട് വരും. അത് ധൈര്യം പഠിച്ചു പോയിക്കോളെ. മറ്റൊന്ന്, നിങ്ങളിതിൽ പഠിക്കുന്ന ഒരു ഗ്രാമർ ക്വസ്റ്റ്യനാണ് മുഷബ്ബഹ് ബിഹി, അതായത് തശ്ബീഹ് വജുഷബ്ബഹ്. ഇതിൽ ഒന്നെങ്കിൽ ഇത് കൂടുതൽ സാധ്യത ഇങ്ങനെ ബോക്സ് ആക്കാനാണ്, അതല്ല എങ്കിൽ ഈ സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കും. ഇതെല്ലാം വരുന്ന ഈ ഘടകം, ഈ ഗ്രാമറുകളൊക്കെ വരുന്ന ഒരു സെൻറ്റൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ ആ രീതിയിലും ചോദ്യങ്ങൾ എന്തായാലും വരാം. അപ്പോൾ അതും പഠിച്ചു വെച്ച് പോയിക്കോളൂ കേട്ടോ. യെസ്. ഇനി മറ്റൊന്നാണ്, നിങ്ങൾക്ക് ഹമൂദിനെ കുറിച്ചിട്ട് ഒന്നെങ്കിൽ ഒരു എസ്സേയിൽ എഴുതാനുണ്ടാവും ചിലപ്പോൾ, അതല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പാരഗ്രാഫിൽ എഴുതാനുണ്ടാവും. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെക്കുറിച്ച് 5 സെൻറ്റൻസുകൾ എഴുതാനുണ്ടാവും. എന്തെങ്കിലും ഒരു ഷുർത്തിൽ മുറൂർ ഹമൂദ എന്ന് പറഞ്ഞ കഥാപാത്രത്തെക്കുറിച്ചിട്ട് എഴുതാനുണ്ടാവും കേട്ടോ. അതും ഷുവർ ക്വസ്റ്റ്യനാണ്. മറ്റൊന്ന്, പിന്നെ ഒരു ഫാഇൽ മർഫൂൽ, ഒരു സെൻറ്റൻസിൽ നിന്ന് ഫായിലും മർഫൂലും കണ്ടെത്തി എഴുതാനുള്ള ചോദ്യവും ഇതും സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ദെൻ മറ്റൊന്ന്, സ്ഥിരം ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്, നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ തരും. ആ സെൻറ്റൻസിന് നമ്മൾ ഈജാബിയ സെൽബിയ, ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആട്ടോ. ഈജാബിയ സെൽബിയ, നെഗറ്റീവും പോസിറ്റീവുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതാനുള്ള ചോദ്യവും സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇത്രയും ക്വസ്റ്റ്യൻസ് +2 പരീക്ഷകൾ ധൈര്യമായി പഠിച്ചു പോയിക്കോളും. പിന്നെ നിങ്ങൾ +1 എക്സാമിനും 10ാം ക്ലാസ്സിലും ഒക്കെ എജുപോർട്ടിൻ്റെ അറബി ക്ലാസ് കണ്ട കുട്ടികളായിരിക്കും. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നിങ്ങൾ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആ വീഡിയോസ് കണ്ട് ഉപയോഗപ്പെടുത്തിയ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾ പ്രഡിക്ഷൻ വീഡിയോ ആണ്, ഒരുപാട് കുട്ടികൾ ഫ്രണ്ട്സിനെ പറ്റി ഷെയർ ചെയ്യുക. നിങ്ങൾ നമ്മളെ ലൈവിന് വളരെ നേരത്തെ എത്തിക്കോളൂ. ഇതെല്ലാം നമുക്ക് പറഞ്ഞ് സെറ്റാക്കി തരാം. അതൊക്കെ എങ്ങനെ ആൻസർ ചെയ്യുക എന്നുള്ളത് ഫുൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ലൈവിന് നേരത്തെ തന്നെ എല്ലാവരും വരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.